ദേഷ്യമില്ലാത്തവരായി ലോകത്ത് ആരും ഉണ്ടാവില്ല. എന്നാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പല ആളുകളും ഉണ്ടാവാം. ദേഷ്യം ഒരു വികാരമാണ്, മനുഷ്യ സഹജമാണ്. അതെന്തായാലും ഉണ്ടാകും. അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം എന്നിടത്താണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ അത് അടക്കിപ്പിടിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ ചൊല്ലണം. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരുന്നിട്ട് ദേഷ്യം മാറുന്നില്ലെങ്കിൽ കിടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ദേഷ്യപ്പെടുന്ന സ്ഥലത്ത് നിന്നും മാറിയിട്ട് പോയി വുളു ചെയ്യുക എന്നതും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സൈക്കോളജിക്കൽ അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. 3 രീതിയിലാണ് ദേഷ്യപ്പെടുക. 1 ഓവർ ആക്ഷൻ, 2 അണ്ടർ ആക്ഷൻ, 3 അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ഇതെങ്ങനെ, ഏതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിത പ്രകടനം. ദേഷ്യപ്പെടുമ്പോൾ തെറിവാക്കുകൾ വിളിക്കുക, അലറി വിളിക്കുക, കയ്യിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, മറ്റുള്ളവരെ ആക്രമിക്കുക. ഇത് കാരണമായി സ്വന്തമായി കുറ്റബോധം തോന്നും, സ്വന്തത്തോട് ദേഷ്യം തോന്നും. ഈ ദേഷ്യത്തിന്റെ കാരണം പോലും മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ദേഷ്യപ്പെട്ടവർക്കും ആരുടെ മേലിലാണോ നമ്മൾ പ്രകടിപ്പിച്ചത് അവർക്കും നിരാശയുണ്ടാകും. 2ാമത്തെ ആക്ഷൻ അണ്ടർ ആക്ഷൻ ആണ്. ഇത് ഉള്ളിൽ കോപം തോന്നിയെങ്കിലും പുറമേ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന സ്വഭാവമാണ്. ഇതും പ്രയാസമാണ്. കോപവികാരത്തെ കുഴിച്ചു മൂടുക, അപ്രീതി ഭയന്ന് പുറത്തു പറയാതിരിക്കുക, പ്ലാസ്റ്റിക് ചിരി കൊണ്ട് മായ്ക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സ്വന്തത്തോട് സത്യസന്ധതയില്ലായ്മ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കാരണം ശാരീരിക രോഗങ്ങൾ വരുന്നുണ്ട്. തലവേദന, അതുപോലെ മൈഗ്രെയിൻ, അൾസർ പോലത്തെ പല രോഗങ്ങളും ഇത് കാരണമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെടുത്തുന്നുണ്ട്, സ്വന്തമായി നിന്ദ്യരാവുന്നുണ്ട്. ഇനി 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട ആക്ഷൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ. വളരെ കൃത്യമായി യോജിച്ച പ്രകടനം. അതെങ്ങനെ? ദേഷ്യമുണ്ടായാൽ ആ വിഷയം ആരോടാണോ ദേഷ്യമുണ്ടായത് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേദനിച്ചു, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഞാൻ ആ കാര്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക. സ്ഥലകാല സാഹചര്യങ്ങളെ മാനിച്ചുകൊണ്ട് സംസാരിക്കുക. പരമാവധി ദേഷ്യപ്പെട്ട ആളെ പേഴ്സണലായിട്ട് വിളിച്ച് അവർക്ക് രഹസ്യമായി അവരോട് വിഷയങ്ങൾ പറയുക. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം തോന്നും. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചല്ലോ എന്ന് തോന്നും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചല്ലോ എന്ന് തോന്നുകയും തന്നോട് തന്നെ സത്യസന്ധത കാണുകയും ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെടുന്നില്ല, പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ എന്ന് ഒരു സമാധാനം ഉണ്ടാകും. പിന്നെ അവർക്കും പറയാനും അവരെ കേൾക്കാനുമുള്ള അവസരം നമ്മൾ കൊടുക്കും. ഈ അവസാനം പറഞ്ഞ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത്. ഈ അവസാനം പറഞ്ഞ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് ദേഷ്യപ്പെടുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ദേഷ്യപ്പെട്ട ആരോടാണോ അവർക്ക് വളരെ കൃത്യമായി നാം ആരോടാണോ ദേഷ്യപ്പെട്ടത് നമ്മുടെ ദേഷ്യത്തിന്റെ കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.